നിന്റെ കുടുംബത്തിൽ അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നാൽ നീ നാട്ടുകാരെ നന്നാക്കണ്ട, നിന്റെ ഭാര്യ നിനക്ക് നന്നാക്കാമല്ലോ, നിന്റെ മക്കളെ നീ നന്നാക്കാമല്ലോ. പടച്ചവനെ ഒരു തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാറ് നിന്റെ കുടുംബത്തിൽ നിനക്ക് അവകാശമുണ്ടല്ലോ. പക്ഷേ നമ്മളിൽ പലരും ചെയ്യാറില്ലടോ, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ നടന്നാൽ നമ്മളിൽ പലരും പ്രതികരിക്കാറില്ല, നമ്മളിൽ പലരും പറയാറില്ല. അവിടെ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാ. കുടുംബത്തിൽ ഒരു നിക്കാഹ് വന്നാൽ എന്തെല്ലാം പേക്കൂത്തുകളാ കാണിക്കുന്നത്. പടച്ചവനെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നിക്കാഹ് വന്നാൽ സഹോദരാ ഇതുപോലെ എന്തെല്ലാം വൃത്തികേടുകളാണ്. അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഇന്നത്തെ കല്യാണങ്ങൾ ഒരു ദിവസമല്ല സഹോദര, പടച്ചവനെ എത്ര ദിവസം, 4 ദിവസം കല്യാണമാണ്. എന്തെല്ലാം അനാചാരങ്ങളാണ്. എല്ലാവരും ഒരേ കളറുള്ള വസ്ത്രമാണ്. ആണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറ്, പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറ്. പെങ്ങളെ, എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ സഹിക്കാൻ കഴിയുമോ പെങ്ങള്? ഇതെല്ലാം കണ്ടിട്ട് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുമോ? എടോ, ഏത് കുടുംബത്തിലും ഒരു നല്ല മനുഷ്യനുണ്ടാകും, ഏത് കുടുംബത്തിലും പടച്ചവനെ ഒരു നല്ലവനുണ്ടാകുമല്ലോ. എന്നാൽ ഇന്നത്തെ കുടുംബങ്ങളിൽ ഒരു നല്ല മനുഷ്യനില്ലാതെ പോകുന്നു. തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രായമുള്ള ഒരാള് വീട്ടിലില്ലാതെ പോകുന്ന കാലമാ. ബക്കറ്റ് എടുക്കാൻ സമയം കുറച്ച് കഴിയിട്ടോ, ഒന്നുമില്ലപ്പ. ഞാൻ വഴുത് എന്തായാലും 11:30 നിർത്തത്തുള്ളൂ. നിങ്ങൾ വഴുത് കേൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഈ ബക്കറ്റ് എടുത്താൽ ഓടുന്നൊരു വിഭാഗമുണ്ട്. ഞാൻ 11 മണിക്ക് നിർത്തത്തൊന്നുമില്ല. ഞാൻ വഴുതും പറഞ്ഞ് പിരിച്ചിട്ടേ പോകത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് നേരത്തെ പോണോ? ഞാൻ വഴുത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. വഴുതിന് വിളിച്ചാൽ വഴുത് പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ അവർ പിരിവ്, അത് നിങ്ങളോടുള്ള ഉറപ്പ് കൊണ്ടൊന്നുമല്ല. ഈ ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമുണ്ട്. അവർ വഴുത് കേൾക്കട്ടെ. അളിയ ബക്കറ്റ് എടുത്ത് ചിലർ പറയും ബക്കറ്റ് എടുക്കുമ്പോൾ പോവാടാന്ന്, മറ്റു ചിലർ പറയും പിരിവ് തുടങ്ങുമ്പോൾ പോവാന്ന്. ഇന്നും ഒരു പോക്ക് നടക്കത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ചിലര് കണ്ണിന്റെ മുമ്പിൽ തെറ്റ് കണ്ടാ പറയും. നീ നിന്റെ ഇക്കാനോട് ചോദിക്കാറില്ലേ? ഇവിടെ എന്താ പറയാ? ഇക്കാന്ന് പറയാ. ഭർത്താവിന് എന്താ പറയാ? ഭർത്താവിന് എന്താടോ ഭാര്യ പറയാ? കാക്കൂന്നാ. ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. എന്തേലൊക്കെ വിളിക്കുക. കാക്കൂന്നോ കാക്കൂന്നോ. നീ നിന്റെ ഇക്കാനോട് ചോദിക്കത്തില്ലേ, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, എല്ലാരും മിണ്ടാതെ നടക്കുന്ന നിങ്ങൾ മാത്രം എന്തിനാ എല്ലാത്തിനും കുറ്റം നിൽക്കണേ? ഇതിപ്പോ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമല്ലേ? ഉസ്താദന്മാരുടെ വീട്ടിൽ വരെ നടക്കുന്ന, തങ്ങന്മാരുടെ വീട്ടിൽ വരെ നടക്കണില്ല. നിങ്ങൾ എന്തിനാ ഈ കല്യാണത്തിന് ഇങ്ങനെ കിടന്ന് വഴുതു പറയണേ? ബാപ്പ ഉമ്മായും ചോദിക്കുക, നീ എന്താടാ ഇങ്ങനെ? വേറെ ആർക്കും ഒരു പരാതിയില്ലല്ലോ, നിനക്ക് മാത്രം എത്ര പരാതി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അല്ലാഹ് പറഞ്ഞത് അത് ചുണക്കുട്ടികൾക്ക് മാത്രമുള്ളതാ. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ഹൃദയത്തിൽ ഈമാൻ എഴുതിയവര് ആര് ചെയ്താലും ചോദിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതാ, ഖുർആൻ പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എടോ, ഏതു കുടുംബത്തിലും ഒരാളെങ്കിലും നല്ലവനായിരിക്കും. എല്ലാരും തലതിരിഞ്ഞു പോകാറില്ല. ഞാൻ പറയുന്നത്, ഇന്ന് ഓരോ വീടുകളിൽ നടക്കുന്ന വിവാഹ പന്തലുകൾ നടക്കുന്ന അനാചാരങ്ങൾ കാണുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈമാനുള്ള ഒരെണ്ണം പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നതോ. അതാ സങ്കടം. അതെങ്ങനാ പറഞ്ഞു കൊടുക്കേണ്ട വാപ്പയാ മുമ്പിൽ നിൽക്കുന്നേ? പടച്ചവനെ, നിന്റെ കുടുംബത്തിൽ ഒരു വൃത്തികേട് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മയാ ആദ്യം ആടാ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ തിരുത്താനാ? ഉമ്മയാണ് ആദ്യം മുമ്പന്തിയിൽ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് കണ്ടാ പറയണം.
എന്റെ പ്രിയപ്പെട്ട സഹോദര, തെറ്റ് കണ്ടാ പറഞ്ഞു കൊടുക്കുന്ന ഒരാള് പോലും ഇല്ലാതെ പോകുന്നടോ. ഇന്നത്തെ വാപ്പമാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഇന്നത്തെ വാപ്പമാര് പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ, ഇത് സാധാരണ എല്ലാ വീടുകളിലും നടക്കുന്നതല്ലേ, ഇതൊക്കെ വലിയ പാപമായിട്ട് ആരെങ്കിലും കാണാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, നിസാരമായി കാണുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നബിതങ്ങള് പറഞ്ഞതെന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിന്റെ ഉപ്പമാരോട് പറയുകയാ, ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, കണ്ണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടിട്ട് തിരുത്താത്ത ചെറുപ്പക്കാരാ, വാപ്പമാരോട് പറയുകയാ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, ഉഹദ് മലയോളം വലുപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഇങ്ങനെ ജനങ്ങൾ മുഴുവനും കടന്നു വരുമല്ലോ. അന്ന് ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാ, അല്ലാഹുവേ, പുഴുത്തു നാറിയവനെ പോലെ, പുഴുത്തു നാറിയവനെ പോലെ ദുർഗന്ധമടിക്കുകയാണ്. ആ മനുഷ്യനെ കാണുമ്പോ എല്ലാവരും മൂക്കുപൊത്തിയിട്ട് ഓടുകയാണ്, എല്ലാവരും മുഖം തിരിക്കുകയാണ്. അതുപോലെ നാണം കെട്ട് വൃത്തികെട്ടവനെ പോലെ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സ്വഹാബാ, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല സ്വഹാബാ, അല്ലാഹു അവരോട് സംസാരിക്കില്ല, അവരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു വിഭാഗമുണ്ടെന്ന് മുത്തുനബി പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? അവരാരാണ് നബിയേ? കള്ളുകുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, ശിർക്ക് ചെയ്യുന്നവനല്ല, അഹങ്കാരിയെ പോലെ നടന്നവനല്ല, ആ വൃത്തികെട്ടവനെ പോലെ നാളെ പരലോകത്ത് കൊണ്ടുവരുന്ന മനുഷ്യനാരാ? തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് ആ പിതാവിനറിയാം അത് പാപമാണെന്ന്, ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ പിതാവിനറിയാം. പടച്ചവനെ, വഅദിന് വരുമ്പോ ഫർദയിട്ടിരുന്ന സ്വന്തം ഭാര്യ, നിന്റെ പൊന്നാര പെൺകുട്ടിയുണ്ടല്ലോ, അവള് കല്യാണത്തിന് സാരി ഉടുത്തിട്ട് പടച്ചവനെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് കുടുംബത്തിലെ സർവ്വ പെണ്ണുങ്ങളുടെ കൂടെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കിടന്ന് പാടുമ്പോ മോനെ, നിനക്കറിയാമത് പാപമാണെന്ന്. നീ മിണ്ടാതെ ഇരുന്ന, നീ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നാളെ പുഴുത്തു നാറിയവനെ പോലെ, നാണം കെട്ടവനെ പോലെ അല്ലാഹു പരലോകത്ത് നിന്നെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ വൃത്തികെട്ടവന് വാപ്പയാണ്, ആ വൃത്തികെട്ടവന് ഭർത്താവാണ്. ഏതു ഭർത്താവെന്നറിയുമോ? ഫർദയിട്ട് ശരീരം മറച്ചു നടക്കേണ്ട നിന്റെ പ്രിയപ്പെട്ട ഭാര്യ സാരിയുടുത്തിയിട്ട് ഔറത്തം തുറന്നിട്ട് കൊണ്ട് സിനിമാ ഗാനങ്ങൾക്ക് ഡാൻസ് ചെയ്യുമ്പോ അത് കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്ന ഭർത്താവേ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല മോനെ. വാപ്പാ, സ്വന്തം പെൺമക്കളും ആൺമക്കളും വൃത്തികേടുകൾ ചെയ്യുമ്പോ, മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് പാപമാണെന്ന് നിനക്കറിയാം, അത് തെറ്റാണെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ മിണ്ടാതെ ഇരുന്ന, നീ എത്ര വലിയ തങ്ങളാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നീ നാട്ടുകാരെ നന്നാക്കണ്ട, കുടുംബക്കാരെ നന്നാക്കണ്ട, നീ മഹറ് കൊടുത്ത് വിവാഹം കഴിച്ച് ചെലവിന് കൊടുത്ത് നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് നന്നാക്കാമല്ലോ. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളെ നിനക്ക് നന്നാക്കാമല്ലോ. നിനക്ക് കൈകൊണ്ട് തടയാമല്ലോ, നാവ് കൊണ്ട് തടയാമല്ലോ, മനസ്സുകൊണ്ട് വെറുക്കാമല്ലോ. നിന്റെ കുടുംബത്തിൽ ഇതുപോലെയുള്ള വൃത്തികേടുകൾ നടക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് ഇത് പാപമാ, ഇത് അല്ലാഹുവിന്റെ ദീനിനെതിരാ എന്ന് പറയാൻ നിനക്ക് ചങ്കൂറ്റമില്ലേ വാപ്പാ? പറയണം വാപ്പാ, അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്, അത് പടച്ച റബ്ബ് നിനക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ്. നിന്റെ കുടുംബത്തിലെ കാരണവനാണ് നീ. നിന്റെ കുടുംബത്തിൽ വൃത്തികേടുകൾ നടന്ന എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള അവകാശം നിനക്ക് അല്ലാഹു തന്നതാ. ഇവരുടെ ആരുടെയും ഔദാര്യമല്ല, ആരുടെയും ഔദാര്യമല്ല, അത് പടച്ച റബ്ബ് നിനക്ക് തന്നിരിക്കുന്ന അധികാരമാ. എഴുന്നേറ്റ് നിന്നിട്ട് പറയണേ. ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞാൻ പറഞ്ഞാൽ ആരും അനുസരിക്കില്ല, ഞാൻ പറഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തും, എല്ലാവരും കളിയാക്കും, കൂടെ കടന്നവൾ പോലും നിന്റെ കൂടെ നിൽക്കില്ല, സ്വന്തം മക്കൾ വരെ നിനക്കെതിരാകാം വാപ്പാ. എന്നാ നീ എന്തിനാ പേടിക്കുന്നത്? അവര് വേണമെങ്കിൽ അനുസരിക്കട്ടെ, അവര് വേണമെങ്കിൽ ചെയ്യട്ടെ, അവര് നിന്നെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ. നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞാല് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. നല്ലതുപോലെ കേൾക്കണേ ഉമ്മമാര്, ഞാൻ പറയുന്നത് പ്രായമുള്ള ഉമ്മമാരോടാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ വൃത്തികേടുകൾ നടക്കുമ്പോ അത് മകള് ചെയ്താലും കൂടപ്പറപ്പ് ചെയ്താലും മകളുടെ മകള് ചെയ്താലും പറയാൻ പേടിക്കേണ്ട ഉമ്മ, പാപമാണ്, തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്നില്ലേ പെങ്ങള്? വല്ലാത്ത ചൂടാണ് ഉസ്താദ്, വല്ലാതെ ശരീരം വിയർക്കുന്ന ഉസ്താദ്. ഇതൊന്നും ഒരു ചൂടല്ലടോ. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ച് 10 മണിയായി, എന്നിട്ട് പോലും നമുക്ക് ചൂടെടുക്കുകയാണ്, നമ്മുടെ ശരീരം വിയർക്കുകയാണ്. എന്നാ ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാണ് മുകളിലാ. അന്നാണടാ ചെറുപ്പക്കാരാ ചൂടുള്ളത്, അന്നാണ് വിയർക്കുന്നത്. ഇന്നത്തെ വിയർപ്പൊന്നുമൊന്നുമല്ല മോള്, ചൂടുള്ള നാളുണ്ടേ ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? പെങ്ങളെ, ചോറ് വെക്കുന്നവളല്ലേ ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയാറുണ്ടല്ലോ. കലത്തിന്റെ മുകളിലൂടെ ചോറിങ്ങനെ പുറത്തേക്ക് പോവുകയാ. വെള്ളം
വെള്ളം ഇങ്ങനെ തിളഞ്ഞു മാറുകയാണ്. കാണാറുണ്ടല്ലോ ഇങ്ങനെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അങ്ങനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചുകൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും കരഞ്ഞുകൊണ്ട് യാ വൈലതാ യാ ഹസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പറപ്പും എല്ലാവരും എതിരാകുന്ന ദിവസമുണ്ടല്ലോ. ഇന്ന് നീ നിന്റെ കുടുംബത്തിൽ ഒരു ഒരു വൃത്തികേട് നടന്നപ്പോ, ഒരു ഗാനമേള നടന്നപ്പോ നീ എഴുന്നേറ്റിട്ട് ഇത് പാവമാണെന്ന് പറഞ്ഞ വാപ്പാ, എല്ലാരും നിന്നെ കളിയാക്കിയില്ലേ ഉമ്മ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ. ഒരു തങ്ങൾ വന്നിരിക്കുകയാണ്, ഒരു മഹാൻ വന്നിരിക്കുകയാണ്, ഒരു ബീവി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും നിന്നെ പരിഹസിച്ചില്ലേ ഉമ്മ, എല്ലാവരും നാണം കെടുത്തിയില്ലേ വാപ്പാ. എന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യഅഖൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും പടച്ചവര് ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യവ്യത്യം ഭരിച്ച ശുഹദാക്കൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കള്, മുത്തുനബിയുടെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, താബിഈങ്ങള്, തബഉ താബിഈങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിക്കുകയാ, വാസിറാദേ വായിഷ വാ ഖദീജ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ തെറ്റ് കണ്ടപ്പോ തിരുത്തിയവരാ. കുടുംബത്തിൽ കല്യാണം നടന്നപ്പോ അതിനകത്ത് നടക്കുന്ന വൃത്തികേടുകൾ കണ്ടപ്പോ തിരുത്തിയ ഉമ്മ, ഇവര് നിന്നെ നാണം കെടുത്തിയില്ലേ, ദുനിയാവിലെ ജനങ്ങള് കുടുംബക്കാര് ഒറ്റപ്പെടുത്തിയില്ലേ, എങ്കിലും കോടാനി കൂടി വരുന്ന ജനങ്ങള് പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹു നിന്നെ വിളിക്കുകയാണ്, വാ ഖദീജ, വാ ആയിഷ, വാ അബൂബക്കർ, അല്ലാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നീ സ്വർഗത്തിലേക്ക് കടന്നു പോകോ, ആ കാണുന്നതാണ് സ്വർഗം. ഇന്ന് നിനക്ക് വിചാരണയില്ല, ഇന്ന് നിനക്ക് ഹിസാബില്ല, നീ സ്വർഗത്തിലേക്ക് കടന്നു പോകുക. എന്ത് നന്മയാ ചെയ്തത്? ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമല്ല, ഉംറ ചെയ്തതിന്റെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രതിഫലമല്ല, റമളാനിൽ നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലമല്ല. തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു പാപം കണ്ടപ്പോ അത് പാപമാണെന്ന് പറഞ്ഞ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിലൊരു കല്യാണം നടക്കുന്നു. എല്ലാം ഒരേ തുണി. പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒറ്റ കളറ്. ശരിയാ, കഫൻ തുണിക്കും ഒരേ കളറ് തന്നെയാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനാ പിന്നെ 5000 രൂപയുടെ ചുരിദാർ വാങ്ങിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ഫർദയിട്ട് മറക്കാനുള്ളതാ? ഇത് നാട്ടുകാരെ കാണാനുള്ളതല്ലേ? എല്ലാത്തിനും ഒരേ കളർ, ആണുങ്ങൾക്ക് മുഴുവനും ഒരേ കളർ. എന്നിട്ട് അൽഹംദുലില്ലാ ഓഡിറ്റോറിയത്തിനകത്ത് പാട്ടങ്ങോട്ട് ഇട്ടിട്ട് ഡാൻസ്. നല്ല പരിപാടിയാ, നല്ല പരിപാടിയാ. ഇതുപോലെയുള്ള വൃത്തികേടുകൾ നടക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയണം. പക്ഷെ നീ പറഞ്ഞ നിന്നെ അന്നത്തോടെ തീർത്തു കളയും. അന്ന് ഭാര്യ പോലെ എതിര് നിൽക്കും. എല്ലാരും എതിര് നിൽക്കട്ടെ, നിന്നെ കളിയാക്കട്ടെ. നീ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നാളെ രാജാവിനെ പോലെ നിനക്ക് പോകാം. ഇതൊക്കെ അവിടെ വരും. ഈ ഡാൻസും ഈ പേക്കൂത്ത് കാണിക്കുന്നത് മുഴുവൻ അവിടെ വരും. കാണേണ്ട കാര്യങ്ങളൊക്കെയാ. എടോ, കണ്ണിന്റെ മുമ്പിൽ നടക്കുന്ന തെറ്റ് നീ എന്താ വിചാരിച്ചേ? നീ താടിയും തഴമ്പും ആയിട്ട് ഇങ്ങനെ തങ്ങളായിട്ട് നടന്ന് നീ രക്ഷപ്പെടുന്ന? ഇല്ല ചങ്ങാതി. നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ നീ എത്ര വലിയ മഹാനാണെങ്കിൽ അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരശുകുമാറാകട്ടെ, അള്ളാഹു കാത്തിരശുകുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ കൊള്ളും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഉള്ളതാടോ പറഞ്ഞേ, ഞാൻ ഉള്ളതാ പറഞ്ഞേ. നീ നിന്റെ മക്കളെ നിനക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യ നിനക്ക് നിലയ്ക്ക്. നീ അവളോട് വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഈ വൃത്തികേടുകൾ നീ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഭാര്യ നിന്റെ മക്കൾ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ഇതെങ്ങനെ വരുടെ പറയുന്നേ? എടോ, ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിന്റെ ശരീരത്തെ തൊട്ടാൽ വ്യഭിചാരമല്ലേ? വ്യഭിചാരമല്ലേ? ഇന്ന് നിക്കാഹൊന്നുമില്ലല്ലോ. ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, പെങ്ങക്കൊരുത്തൻ ലവ് ലെറ്റർ കൊടുത്തെന്നറിഞ്ഞപ്പോ നീ എന്ത് ചെയ്തടാ? നിന്റെ സഹോദരിക്ക് ഏതോ ഒരുത്തൻ ലവ് ലെറ്റർ കൊടുത്തു. കാക്കാ, ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരുത്തൻ ടാറ്റ കാണിച്ചു എന്ന് പറയുമ്പോ വാടാന്ന് പറഞ്ഞിട്ട് തല്ലാൻ പോകുന്ന നല്ല ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ മോനെ, എടാ, നീ നിന്റെ സഹോദരിക്ക് ആരോ ഒന്ന് കമന്റ് അടിച്ചപ്പോ തല്ലാൻ പോയല്ലോ, കൂട്ടുകാരെയും വിളിച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എടാ, നിന്റെ സ്വന്തം സഹോദരിയെ ഒരുത്തൻ വന്ന് പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. നിക്കാഹൊന്നും കഴിച്ചില്ലല്ലോ, നിക്കാഹൊന്നും കഴിച്ചില്ല. ഇന്ന് ഈ സ്വർണ്ണം ഇടുന്നതൊക്കെ വലിയ പരിപാടിയാ. വളയിടിയിലെന്ന് പറയും. ഇവിടെ എന്താ അതിന് പറയാ? വളയിടിയിലെന്ന് പറഞ്ഞാൽ അറിയോ? ഞങ്ങളുടെ നാട്ടില് ഒരു പയ്യൻ പോയി ഒരു പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പയ്യൻ ആ വീട്ടിൽ പോകാറില്ല. പിന്നെ പോകുന്നത് നിക്കാഹ് കഴിക്കാനാണ്. അങ്ങനെ ഒരു വീട്ടിൽ പോയി പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരൊക്കെ ആ വീട്ടിൽ പോയാലും പയ്യൻ പോകത്തില്ല. അവൻ കല്യാണം കഴിക്കാൻ നിക്കാഹ് കഴിച്ചിട്ട് ആ വീട്ടിൽ പോകും. ഇപ്പൊ അങ്ങനൊന്നും അല്ല. എടാ, ആദ്യം ആണുങ്ങൾ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, വന്നു കഴിഞ്ഞാൽ ഉമ്മ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിലെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ആ പെണ്ണിനെ കാണാൻ പോകും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്വർണ്ണം വിട്ടിട്ട് വരും. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇന്ന് അതൊക്കെ വലിയ ചടങ്ങാ. എല്ലാത്തിനും പയ്യനാ മുമ്പിൽ നിൽക്കുന്നത്, ഒരുങ്ങി കെട്ടി നിൽക്കുക. നാണോ ഇല്ല അങ്ങനെ കയറി ഇറങ്ങാനേ. ഓനെ ആദ്യം പോണേ. ഓനിങ്ങനെ റെഡിയായി നിൽക്കുക, വിളിച്ചാ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഓനിങ്ങനെ നിൽക്കുക. കെട്ടുന്നൊക്കെ പിന്നെ അവൻ വലിഞ്ഞു കയറി അങ്ങ് നടക്കും. ഇന്ന് വലിയ ഓഡിറ്റോറിയത്തിനകത്തൊക്കെ വലിയ പരിപാടിയാ. ഞാൻ ഈ അടുത്തൊരു പരിപാടി കണ്ടു, വല്ലാത്ത സങ്കടം തോന്നി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു പോയി, ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണത്തിനും പോലും വിവരമില്ലല്ലോ എന്ന്. എടാ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോ പെണ്ണൊരുങ്ങി ഇത് സ്റ്റേജിലിരിക്കും. ഉടനെ വാ മോനെ, മരുമോനെ, പയ്യൻ കെട്ടിയിട്ട് പോലും ഇല്ല, അന്യ പുരുഷനാ, നീ വാടാ എന്ന് പറഞ്ഞിട്ട് കൂടെ നിർത്തിയിട്ട് ഈ വിവാഹം കഴിക്കാത്ത പെണ്ണിന്റെ കൂടെ നിർത്തിയിട്ടാ ഫോട്ടോ എടുക്കുന്നത്. വിവാഹം കഴിക്കാത്ത ഈ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷനെ കയറ്റി നിർത്തിയിട്ട് വാപ്പയാ പറയുന്ന കേറുന്നില്ല, മോളോട് പറയാ കേറുന്നില്ല, മോൾ അടുത്ത് നിൽക്ക്. എടാ, നാണമില്ലാത്ത ചെറുപ്പക്കാരാ, നിന്റെ സ്വന്തം പെങ്ങളെ ഒരുത്തൻ കൂടെ നിർത്തി ഫോട്ടോ എടുത്തപ്പോ നിന്റെ രക്തം എവിടെ പോയടാ മോനെ? നിന്റെ ഈമാൻ എവിടെ പോയി? അവൻ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ, അവൻ മരിച്ചുപോയാ. നിന്റെ ഭാര്യ, നിന്റെ പെങ്ങളി ഇതൊന്നും ഇരിക്കണ്ടല്ലോ. ആ അന്യ പെണ്ണാണ് നിന്റെ സഹോദരി. ആ കണ്ടവന്റെ കൂടെ കയറി നിന്ന് ഫോട്ടോ എടുത്തപ്പോ അത് തെറ്റാണെന്ന് പറയാനുള്ള ഈമാൻ നിനക്കില്ലാതെ പോയില്ലേ? ഉമ്മയാ പറയുന്ന കയറി നിന്ന് വ്യഭിചരിക്കാൻ, വാപ്പയാ പറയണ കയറി കെട്ടൊക്കെ പിന്നെ നിക്കാഹൊക്കെ ഏറ്റവും അവസാനം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
വെള്ളം കുടിക്കും ഉമ്മമാരെ, വിടൂല്ല അല്ല നിന്നെയൊന്നും. നീ തലകുത്തിക്കടന്ന് മരിക്കുന്ന കാലം വരെ സുജൂദ് ചെയ്താലും ഇതിന്റെ കണക്ക് പറയാതെ നിന്നെ ഒന്നും റബ്ബ് വിടൂല. ഞാൻ ഇത് പറയുമ്പോ എന്നെ കളിയാക്കും, പരിഹസിക്കും. ഉസ്താദന്മാരിപ്പോ പാട്ട് പാടുമല്ലോ, എന്താ ഉസ്താദ് അല്ലായ? ഉസ്താദ് തെറ്റ് ചെയ്താ തെറ്റ് തന്നെ, തങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഞങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും. ഇപ്പം കണ്ടില്ലേ, ഒരു ഉസ്താദ് ഈമാൻ കൂടിയിട്ട് പെണ്ണുമ്പിള്ളെ പ്രസവിക്കാൻ ആശുപത്രി വിടാണ്ട് കൊണ്ടുപോകാതെ കിടന്നില്ലോ. ഓന്റെ പേരും സിറാജുദ്ദീൻ. അള്ളാഹുക്കാകട്ടെ. എല്ലാരും എനിക്കത് ഇങ്ങോട്ട് ഇട്ട് തരുന്നുണ്ട്. സിറാജുദ്ദീൻ ആ പത്ര റിപ്പോർട്ട് എനിക്ക് ഇട്ട് തരുന്നുണ്ട്. നമ്മുടെ പേരായതുകൊണ്ട്. എടാ, പെണ്ണുമ്പിള്ളയ്ക്ക് പ്രസവം ഉണ്ടായ ആശുപത്രി കൊണ്ടുപോകണം. അസുഖം ഉണ്ട്, എന്ത് ചെയ്യണം? രോഗം വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? രോഗം വന്നാൽ എന്ത് ചെയ്യണം? മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാലല്ലേ രോഗം മാറത്തുള്ളൂ. അല്ല ചുമ്മാ ദിക്റും ദുആയും പറഞ്ഞുകൊണ്ടിരുന്നാൽ മാറും? അവനവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്യണം. എല്ലാം അല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നു. നബിയെ, നിങ്ങളുടെ വാഹനം എന്തേ? അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് നബിയെ. ഒട്ടകത്തെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഒട്ടകത്തെ അഴിച്ചങ്ങ് വിട്ടിരിക്കുക, എന്നിട്ട് തവക്കൽതു അലല്ലാഹ് നോക്കിക്കോളാൻ. നബിതങ്ങൾ പറഞ്ഞു, പോയി കെട്ടിയിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കാൻ നബിയിന റസൂലുള്ളാഹി. എന്ത് മനസ്സിലായി? ഒട്ടകത്തെ കൊണ്ടുവന്ന് അഴിച്ചു വിട്ടിട്ട് അള്ളാഹ് നോക്കിക്കൊള്ളുന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. നീ പോയി കെട്ടിയിട്ടിട്ട് അള്ളാഹിനോട് പറ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് പറഞ്ഞ എല്ലാം പറയണം. ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം വല്ലാത്ത അവസ്ഥയാ. എല്ലാത്തിന്റെ കാര്യവും പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം പോയി. ഈമാൻ ഇപ്പം എല്ലാം ലൈവ് കേട്ട് എല്ലാം അങ്ങനെ ആയിപ്പോയി. ഇപ്പം പണ്ട് ഒരു തലവേദന, ഒരു ശരീരത്തിന് ഒരു വേദന വന്നു, പള്ളിയിൽ വന്നിട്ട് പറയും, ഉസ്താദെ ഒരു കുപ്പി വെള്ളം ഒന്ന് ഓദിത്താ ഉസ്താദെ, അല്ലേ? ഉസ്താദിന്റെ അടുക്കപ്പോ, ഉസ്താദെ ഒരു ചരട് ഓദിത്താ ഉസ്താദെ. ഇപ്പൊ ഇതുങ്ങൾ സ്വന്തം ഓതി കെട്ടാൻ തുടങ്ങി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ഇതുങ്ങൾ സ്വന്തം. ഞാന് എന്റെ വീടിന്റെ പരിസരത്ത് ഒരാള് സുഖമില്ലാതെ കിടന്നിട്ട് കാണാൻ പോയി. രാവിലെ ചെന്നപ്പോ അയൽവാസി ഓടി വരുന്നു, എന്റെ ആടൊന്നും തിന്നുന്നില്ല ഇന്നലെ ഉച്ച മുതൽ എന്റെ ആടൊന്നും കഴിക്കുന്നില്ല. ആ വെള്ളം ഇങ്ങി തരാൻ പറഞ്ഞു. ആ ഓതിയ വെള്ളം ഇങ്ങി തരാൻ പറഞ്ഞു. ഈ താത്ത അകത്ത് പോയിട്ട് ഒരു പാത്രം വെള്ളം എടുത്തോണ്ട് വന്ന് ഇതം കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ് ചോദിച്ചു, എന്താ ഈ സംഭവം എന്ന്. അത് രാവിലെ ഉമ്മ ഏതോ മജ്ലിസിൽ ദിക്ർ ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാവിലെ ഏതോ ഉസ്താദിന്റെ വാഴങ്ങട്ട് ലൈവങ്ങോട്ട് ഇട്ടു, എന്നിട്ട് ഇങ്ങനെ ദിക്ർ പറയും, ഓതും. ആ വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി തങ്ങളെ? എവിടെ എത്തി പെങ്ങളെ? നിങ്ങൾ എവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്ക്. തല തിരിഞ്ഞു പോകരുത്. ഇന്നെല്ലാം ആത്മീയ ചൂഷണം നടക്കുന്ന ഒരു കാലമാണ്. എല്ലാം പിരിവാ. എല്ലാം എനിക്കും ഗൂഗിൾ പേ ഇട്ടിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതിയില്ലല്ലേ? എല്ലാം ഗൂഗിൾ പേ ഇട്ടിട്ടിരിക്കുക. പിരിവ്. നീ ഇങ്ങനെ ആയിപ്പോയല്ലോ ഉമ്മ. ഇത്രയും കൊല്ലം നീ മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ഇത് മുഴുവനും കൊണ്ട് നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. എന്തിനാ താത്താമാരെ ഇങ്ങനെ വയല് കേൾക്കണേ? വയല് കേൾക്കണ അത്ര നല്ലതൊന്നും അല്ലട്ടാ. ഒരുപാട് വയല് കേൾക്കരുത്. ലോകത്ത് ഒരു പെണ്ണ് വയലിന്റെ മഹത്വം എന്തെന്നറിയോ? എടോ, അറിവ് പഠിച്ചാൽ അത് ചെയ്യണം. ഒരു അറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അടി വേറെ കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറത്ത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഇൽമു പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഒരറിവ് പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷയാ. നേരം വെളുത്ത വൈകുന്നേരം വരെ വയല് കെട്ടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്തുണ്ട് നിനക്ക്? ഈ ചെയ്യുന്നത് കേട്ടതൊക്കെ ഒന്ന് ചെയ്യെങ്കിലും വേണ്ടേ? അതിന് സമയമുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദോ ആരെങ്കിലും ഒരു ഗൂഗിൾ പേ നമ്പരും എടുത്തിട്ട് ഞങ്ങൾക്ക് ഇട്ടതാ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ അയച്ചു കൊടുക്കാൻ, എന്റെ പൊന്ന് താത്ത, നിന്റെ കുടുംബത്തിൽ എത്ര പാവങ്ങൾ കിടക്കണ്? നീ കൊടുത്തിട്ടുണ്ടോ ഇന്നുവരെ? നിന്റെ നാട്ടില് പള്ളിയില്ലേ? നിന്റെ നാട്ടിൽ എന്തെല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നു. നിനക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അതൊന്നും ചെയ്യാൻ സമയമില്ലാതെ, എടോ ഞാൻ കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, നല്ലതിന് കൊടുക്കടോ. ഈ ആവശ്യമില്ലാത്ത ഉടായിപ്പിന് എന്തിനാ പൈസ കൊടുക്കണേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ട കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയുക. എല്ലാരെയും കൈകൊണ്ട് തടയാൻ പറ്റൂല. അപ്പൊ നാവ് കൊണ്ട് പറയാം. നാവ് കൊണ്ട് പറഞ്ഞാൽ തടയാൻ പറ്റുന്നതാണെങ്കിൽ നാവ് കൊണ്ട് പറയുക. കൈകൊണ്ടും പറ്റൂല, നാവ് കൊണ്ടും പറയുകയും പറ്റൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്തേക്കണം? വെറുത്തേക്കണം അതിനെ. ഞാനില്ല ഇതിനൊന്നും.
നിങ്ങൾ എന്നാ വേണമെങ്കിലും കാണിച്ചോ, ഞാനില്ല, ഇത് പാപമാ, ഇറങ്ങി രക്ഷപ്പെട്ടേക്കണം, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ. അങ്ങനെ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലവാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എല്ലാവർക്കും കിട്ടൂല. അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അല്ലാഹു പറഞ്ഞത് ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. പടച്ചവനെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ അബൂ ഉബൈദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. മുന്നിൽ നിൽക്കുന്നത് വാപ്പയാണെന്ന് ചിന്തിച്ചില്ല. പടച്ചവനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠമെന്താ? തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. അല്ലാഹുവേ, കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് തിരുത്താനുള്ള മനസ്സു നൽകണേ അല്ലാ.